സാർ, ഈ പാലക്കാട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പരാജയപ്പെട്ടു. അതോടുകൂടി ബി.ജെ.പി തകർന്നു എന്ന തരത്തിലാണ് പ്രചരണം. അപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ ബി.ജെ.പിക്ക് ഒരു എം.എൽ.എ ഒരു തവണ കിട്ടി, പിന്നെ ഒരു തവണ ഒരു എം.പി.യെ കിട്ടി. ഇത് അഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ വേരോട്ടൊന്നുമില്ല. പക്ഷേ ചർച്ച, മീഡിയയുടെ അറ്റൻഷൻ മുഴുവൻ കേരളത്തിലെ ബി.ജെ.പിയുടെ കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ത്രസിപ്പിക്കുന്ന വിജയമാണ് ബി.ജെ.പി നേടിയെടുത്തത്. ഹരിയാനയിൽ തൊട്ട് മുമ്പ് ഇതുപോലെ വിജയം നേടുന്നു. അപ്പം രാജ്യത്തെ മൊത്തം കണക്കെടുത്താൽ ബി.ജെ.പിക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് അത് താഴ്ചയാണെന്ന് പറയാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുക? അത്രേ ഉള്ളൂ. എലക്ഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ ബൈ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞു. 3 ഇലക്ഷൻ 3 കഴിഞ്ഞു. 3 സീറ്റിലേയും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നത് മുഴുവനും ബി.ജെ.പി പോയി, അതേപോലെ താമരയുടെ തണ്ടൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. താമരയ്ക്ക് ഇനി ഒരു ഗതിയില്ല എന്നുള്ള പോലെയൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് പോകുന്ന കൂട്ടത്തിൽ ചേലക്കരയിൽ 10,000 വോട്ടിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതൊന്നും ആരും ശ്രദ്ധിക്കാനില്ല. കാരണം ഇതൊരു സുനാമി പോലെ ബി.ജെ.പി അങ്ങ് എന്നുള്ള ആഘോഷമാണ് നടക്കുന്നത്. പക്ഷെ അത് തനി നോൺസെൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. യാതൊരു കഥയില്ല പറയണില്ല. കാരണം ഇന്ത്യയിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് അതിഗംഭീരമായ വളർച്ചയാണ് ഇപ്പോൾ ഈ സമയത്ത് നടന്ന ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. വ്യാവസായിക തലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഒന്ന് എറണാകുളത്ത് നോക്കിയിട്ടോ ട്രിവാൻഡ്രത്ത് നോക്കിയിട്ടോ കൊച്ചിയിൽ നോക്കിയിട്ടോ പറയുമോ എന്ത് വളർച്ച എന്ന് പറയും. പക്ഷേ ഫ്ലോറ ഫൗണ്ടനിലോ ചർച്ച് ഗേറ്റിലോ അല്ലെങ്കിൽ നരിമാൻ പോയിന്റിലൊക്കെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ, അതിനകത്ത് നടക്കുന്ന ബിസിനസ്, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒന്നും ഇറ്റ് ഈസ് നത്തിങ്. ഒരു കഥയില്ലാത്ത കാര്യമാണ്. അതേപോലെ നമ്മുടെ ആൾക്കാരൊക്കെ പണ്ട് കുവൈറ്റിലും ദുബായിലൊക്കെ പോയിട്ട് 10 പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ബോംബെയിലുള്ളവരൊന്നും അങ്ങോട്ട് പോകുമായിരുന്നില്ല. അവരവിടെ തന്നെ ബിസിനസ് ചെയ്തിട്ട് ചിലർ ടാറ്റയാകുന്നു, ചിലർ അംബാനിയാകുന്നു, ചിലർ അദാനിയാകുന്നു, അങ്ങനെ പോവുകയാണ്. ബിസിനസ് അവിടുത്തെ അതിഗംഭീരമാണ്. സമ്പത്തിൻ്റെ അത് മാത്രമല്ല, മുമ്പ് കുവൈറ്റ് യുദ്ധം നടന്നിരുന്നു. കുവൈറ്റ് യുദ്ധം നടന്നു. സദ്ദാം ഹുസൈൻ അവിടെ കയറി, പിന്നെ തിരിച്ചു പോയി, കുവൈറ്റ് ഫ്രീ ആയി. ആ സമയത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ജോലിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു യുദ്ധസമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലിരുന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഈ പറയുന്ന നഷ്ടപരിഹാരം മുഴുവനും കേരളത്തിലേക്കാണ് വരാൻ പോണേ എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ ആൾക്കാർ മുഴുവനും അവിടെയാണെന്നുള്ള രീതിയിൽ. പക്ഷേ അവസാനം നഷ്ടപരിഹാരം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം വന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. കാരണം നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം മഹാരാഷ്ട്ര വളരെ കുറവാണ്. പക്ഷെ അവരവിടെ പോയി കുവൈറ്റിൽ പോണത് ജോലി ചെയ്യാനല്ല, ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് ഉള്ള തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടുന്നേക്കാൾ വളരെ കൂടുതലാണ്. ഇത് തൊഴിലാളിയും മറ്റേത് ബിസിനസ്, അവർ ഓൺട്രപ്രണേഴ്സാണ്. അപ്പോൾ അതാണ് മഹാരാഷ്ട്രയുടെ വ്യത്യാസം. അത് മാത്രമല്ല, പിന്നെ പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ മഹാരാഷ്ട്രയിൽ 288 അസംബ്ലി സീറ്റ്സ് ഉണ്ട്. നമുക്ക് 140 ഉള്ളൂ എന്നാണ്. അപ്പം നമ്മുടെ ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു സ്റ്റേറ്റാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ 5 സീറ്റുള്ളതിൽ 4 സീറ്റ് എന്നുള്ള പ്രൊപ്പോർഷനിൽ ഈ അസംബ്ലി സീറ്റുകൾ മഹാരാഷ്ട്ര വിജയിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ ഈയിടെ, അതായത് ഈ 24-ൽ തന്നെ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി.ജെ.പിക്ക് വളരെ അധോഗതിയായിരുന്നു അവിടെ. പക്ഷേ അവർ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ അവർ ബി.ജെ.പിക്ക് മാത്രം കിട്ടിയിരിക്കുന്നത് 133 സീറ്റാണ്. 133 സീറ്റ് ബി.ജെ.പിക്ക് അവിടെ കിട്ടിയേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആകെയുള്ള അസംബ്ലിയിലുള്ള സീറ്റ് 140. ഏകദേശം അത്രയും മെമ്പേഴ്സ് തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്, 133 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രതിപക്ഷ നേതാവ് വേണമല്ലോ. പക്ഷേ പ്രതിപക്ഷ നേതാവാകാനായിട്ട് അവിടെ പറ്റില്ല. കാരണം ഈ പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികൾക്കും, ഓരോ പാർട്ടിയുടെയും ഇൻഡിവിജ്വലായിട്ട് കിട്ടിയിരിക്കുന്ന, അതായത് അവരുടെ മഹാവികാസ് ആഘാടി എന്ന് പറയുന്നിട്ട് ഉള്ള ആ സഖ്യത്തിന് കിട്ടിയിരിക്കുന്ന ആകെ 48 സീറ്റാണ്. അത് ഓരോ പാർട്ടിയുടെ കെയർ ഓഫിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ ആവശ്യമായ മിനിമം സീറ്റ്സ് പോലും അവിടെ ഇല്ല. അതാണ് മഹാരാഷ്ട്രയിലെ കേസ്. NCP കിട്ടില്ല, കോൺഗ്രസ് കിട്ടിയില്ല, ഈ പറയുന്ന ആർക്കും പച്ചവടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ആ സ്ഥാനം എടുക്കാൻ ഇപ്പോൾ ആളില്ലാത്ത കണ്ടീഷനായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് മഹാരാഷ്ട്രയിലെ കേസ്. ഇനി വേറെ നമ്മൾ ബീഹാറിലെ കേസ് വേണമെങ്കിൽ എടുക്കാം. ബീഹാറിൽ 4 സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ നടന്നായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ 3 സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ നടന്ന പോലെ അവിടെ 4 സീറ്റിൽ, ഈ 4 സീറ്റിൽ ബി.ജെ.പി നേടിയിരിക്കുന്നത് 4 സീറ്റ്. 4 ഔട്ട് ഓഫ് 4 അവർ തന്നെ പിടിച്ചിരിക്കുന്നത് ബി.ജെ.പി. പിന്നെ ആസാമിൽ നടന്നു. ആസാമിൽ 4 സീറ്റിലേക്ക് ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ആ 4 സീറ്റിൽ ബി.ജെ.പി പിടിച്ചിരിക്കുന്നത് 4 സീറ്റാണ്, 4 ഔട്ട് ഓഫ് 4. പിന്നെ യു പിയിൽ നടന്നു. യു പിയിൽ 9 സീറ്റ്സിലേക്കാണ് ബൈ ഇലക്ഷൻ നടന്നത്. ആ 9 സീറ്റ്സിൽ 7 സീറ്റ്സ് പിടിച്ചിരിക്കുന്നത്
BJP ആണ്. 9 7. പിന്നെ രാജസ്ഥാനിൽ 7 സീറ്റിലേക്കാണ് നടന്നത്. ആ 7 സീറ്റിൽ 5 സീറ്റും പിടിച്ചിരിക്കുന്നത് BJP ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഈ താമരയുടെ തണ്ടൊടിഞ്ഞോ എന്നൊക്കെ ഈ സംഭവങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ മഹാരാഷ്ട്രയിലെ കാര്യം തന്നെ എടുക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കാണിച്ച ചില പ്രവൃത്തികൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന നിലയിൽ കൊടുത്തത്. അതെ. മാസങ്ങൾക്കുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റി? അപ്പോൾ അവിടെ ഒരു കാലത്ത് ഈ മറാഠ വാദം എന്നൊക്കെ പറഞ്ഞ് ഉയർത്തി നിർത്തി, അതുപോലെ തന്നെ ബാൽ താക്കറയുടെ ഹിന്ദുത്വവാദം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് BJP പതിയെ പിച്ച് വെച്ച് കയറുകയാണ്, ചവിട്ടുപടികളോട് കയറി കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത് വരെ എത്തിയില്ലേ. ആകെ 148 സീറ്റിലോ മറ്റോ മത്സരിച്ചത്, അതിൽ തന്നെ 133 സീറ്റ് വിജയിക്കുകയും ചെയ്തു. അപ്പൊ BJPയുടെ വളർച്ച എത്രയുണ്ടെന്ന് ഒരു രാജ്യത്തിന്റെ വ്യാവസായിക തലസ്ഥാന കണക്ക് മാത്രം എടുത്താൽ പോലെ. അതെ, മഹാരാഷ്ട്രയുടെ തന്നെ അതിഗംഭീരമായ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും അതിൽ ആക്റ്റീവായിട്ട് വന്നിരുന്ന ഒരു പ്രോഗ്രാം ലഡ്കി ബഹൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 21 വയസ്സിന് 65 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1500 രൂപയാണെന്ന് തോന്നുന്നു മാസം ഒരു സ്റ്റൈപ്പൻഡ് പോലെ കൊടുക്കുന്നത്. അത് വളരെ വിജയകരമായിരുന്നു. പിന്നെ ഹിന്ദുത്വയുടെ ആ ഒരു സ്പിരിറ്റ് അവർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അതിലൊരു കാര്യം അവർ പറഞ്ഞിരുന്നത് ഏക് തോ സേഫ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ബട്ടേങ്കെത്തോ കട്ടേങ്ക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ കുറേ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ ആ ഹിന്ദുക്കളെ ഒന്ന് യുണൈറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. അങ്ങനെ പല രീതിയിൽ അവരത് തിരിച്ചു പിടിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ വളരെ സ്ട്രോങ് ആയിപ്പോയി. മാത്രമല്ല ഈ ചെറിയ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ പറഞ്ഞത് ഇതൊക്കെ മേജർ സ്റ്റേറ്റുകളാണല്ലോ, ബീഹാർ എന്നൊക്കെ. അപ്പോൾ പിന്നെ UP, ബീഹാർ, കാര്യം UPയിലേക്ക് 9 സീറ്റിലേക്ക് നടന്നുള്ളൂ. പക്ഷേ അത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ UP, ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ 2 സ്റ്റേറ്റുകളാണ്. ഇപ്പൊ UP കട്ട് ചെയ്ത് പോയി. പക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ UPയും ബീഹാറും കൂടി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ സീറ്റ്സ് ഉണ്ട് അവിടെ. അപ്പൊ UP, ബീഹാറാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. UPയിൽ 7 out of 9, ബീഹാറിൽ 4 out of 4, രാജസ്ഥാനിൽ 5 out of 7. ഇങ്ങനെയാണ് അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റുകളിൽ BJPയുടെ ഈ വിജയങ്ങളെ മൊത്തം മറച്ചു വെച്ചിട്ട് കേരളത്തിലെ പാലക്കാട് കൃഷ്ണകുമാർ തോറ്റു. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ പ്രവർത്തന, സാധാരണ നേതാവ്. ഇൻ കേസിൽ അപ്പുറത്ത് ചേലക്കര എന്ന് പറയുന്ന CPMന്റെ കുത്തക മണ്ഡലം, ആ കുത്തക മണ്ഡലത്തിൽ 10,000 വോട്ടിന്റെ വളർച്ച BJP നേടിയെടുത്തു. അത് സമ്മതിക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ CPMന്റെ ഭൂരിപക്ഷം അവിടെ കുറയുന്നു, BJP അവിടെ വളർച്ച നേടുന്നു. അതിനെ അവർ മറച്ചു വെക്കുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്, UDFന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവിടെ വലിയ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്നു, അവിടെയും BJP താഴെ പോയി നടന്നു. അപ്പോൾ കേരളത്തിൽ 2-3 അതേപോലെ പാലക്കാടിനെ പറ്റി ഇപ്പോ CPM തന്നെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, SDP-യുടെ വോട്ട് മേടിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തും ഒക്കെ നടക്കുന്നു. അപ്പൊ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെ, മാപ്രകൾ എന്ന് വിളിക്കാവുന്ന കുറെ ആൾക്കാരുടെ സൃഷ്ടി നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അത് മാത്രമേ വരുന്നുള്ളൂ. ദേശീയ തലത്തിലെ കാര്യം വരുന്നില്ല. ഇൻ കേസിൽ മഹാരാഷ്ട്രയിൽ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ NCP സഖ്യമാണ് മുന്നേറുന്നതെങ്കിൽ ദേശീയ തലത്തിൽ BJP തകർന്നടിച്ചു എന്ന് പറഞ്ഞേ. അപ്പൊ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കേരളത്തിൽ മാത്രമല്ലേ വിലപ്പോവുള്ളൂ. അല്ല, ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റുകൾ നമ്മൾ നോക്കണേ. ബീഹാർ, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ പിടിച്ചാൽ മതി, രാജ്യം ഭരിക്കാൻ മതി. അതെ. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര ഗംഭീരമായ വിജയം നേടിയിട്ടും അത് തമസ്കരിച്ച് അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് ഈ കേരളത്തിൽ ഒരിടത്ത് പാലക്കാട്ടെ കേസാണല്ലോ ഇപ്പം ഇത്രയും ഇതാക്കുന്നത്. പക്ഷേ അതിപ്പോൾ പാലക്കാട് ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷേ അതിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം കൂടുതൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും. അല്ലാതെ BJPക്ക് ഒരു തകർച്ച ഈ പറയുന്ന ഇലക്ഷനിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അതിഗംഭീരമായ വിജയമാണ് വന്നിരിക്കുന്നത്. മോഡിക്കാണെങ്കിൽ അതിഗംഭീരമായൊരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ റിസൾട്ടറിന് ഉടനെ തന്നെ പറഞ്ഞായിരുന്നു ഈ വഖഫ് നിയമത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കും എന്നൊക്കെ വളരെ ഉറപ്പിച്ചത്രയും പറയാൻ ശക്തി പകർന്നത് ഇപ്പം ഈ നടന്ന ഇലക്ഷനാണ്. കേരളത്തിൽ മാത്രമേ ഒരു ഈ മഹാരാഷ്ട്രയിൽ ഈ വഖഫ് പ്രശ്നമൊക്കെ ഉയർന്നു വന്നിരുന്നു. അതെ അതെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ബംഗാളിൽ BJPക്ക് ഗുണം ചെയ്തിട്ടില്ല. പക്ഷെ ബംഗാളിന് ഇന്ത്യയുടെ ഭാഗം ആണെന്ന് പറയാൻ പറ്റുമോ? ബംഗാളിൽ സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയുടെ ആധിപത്യമുണ്ട്. ഈ ഗ്രേറ്റർ കൊച്ചിൻ എന്ന് പറയുന്ന പോലെ ഈ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനും മുഴുവൻ വോട്ടേഴ്സ് ആക്കിക്കൊണ്ട് മമത ആധിപത്യം. അത് ഒരു ഇൻഡെക്സ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബംഗാളിലെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ബാക്കി എല്ലായിടത്തും കേരളത്തെ വെച്ച് ബാക്കിയെല്ലാം കേരള
എന്താ ഇമ്പോർട്ടൻസ് ഉള്ള കമ്പയർഡ് വിത്ത് ഇപ്പോൾ ഈ മഹാരാഷ്ട്ര, യു പി, ബീഹാറൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ കുറവ് സീറ്റുകളേ ഉള്ളൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് അല്ല. കേരള ഡസൻ മാറ്റർ ആസ് ഫർ എസ് ബി ജെ പി ഇസ് കൺസേൺഡ്. കാരണം ഇപ്പോൾ 3 പ്രാവശ്യം അടുപ്പിച്ച് വന്നു. അതെ. ഈ 3 പ്രാവശ്യം അടുപ്പിച്ച് നരേന്ദ്രമോദി വന്നപ്പോഴും 3 പ്രാവശ്യം ഭരിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റ് മാത്രമല്ല കിട്ടിയേക്കണേ. അതെ അതെ, സുരേഷ് ഗോപിയുടെ. അപ്പൊ അത് സുരേഷ് കേരളത്തിലെ വളർച്ച അത്രേ ഉള്ളൂ. കേരളം കൊണ്ട് ബി ജെ പിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ദേശീയ നേതൃത്വം അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ഒരുപക്ഷെ കാലങ്ങൾക്കനുസരിച്ച് അത് മാറിയ. പക്ഷേ ഇപ്പൊ ഇവിടെ ഉയർന്നു വരുന്നത് എന്താ, ബി ജെ പി ഒരിക്കലും രക്ഷപ്പെടരുത്, ഒരിക്കലും വിജയിക്കരുതെന്ന് ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന SDP-യും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പാർട്ടിയാണ്. അവരുടെ വോട്ട് നിങ്ങൾ മേടിച്ചു എന്നതിന് CPM-നെ കുറ്റപ്പെടുത്താൻ കോൺഗ്രസ് അല്ല, നിങ്ങൾ മേടിച്ചുകൊണ്ടാണ് ജയിച്ചതെന്ന് കോൺഗ്രസ് തിരിച്ച് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇപ്പോൾ അവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം കാലമായിട്ട് ഞങ്ങൾ പരസ്യമായി CPM-നാണ് വോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച CPM ഇപ്പം ഞങ്ങളെ കുറ്റം പറയുന്നു. ഇപ്പോൾ SDP പറയുന്നു ഞങ്ങളാണ് UDF-നെ സഹായിച്ചത്. കാരണം ഈ UDF-ന്റെ വിജയ ആഹ്ലാദത്തിനിടയിൽ അവരുടെ മുഴുവൻ SDP-യുടെ പതാക ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് CPM-ഉം കോൺഗ്രസും അല്ല, BJP ആത്യന്തികമായി പരാജയപ്പെടുത്തി. ഇലക്ഷന് മുമ്പ് ഒന്നും പബ്ലിക് ആക്കിയിരുന്നില്ല. പക്ഷേ വിജയിച്ചതോടുകൂടി സമനില തെറ്റി എല്ലാവരും കൂടി ഓരോരുത്തർ അവരുടെ ട്രൂ നേച്ചർ കാണിക്കാൻ തുടങ്ങി. ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നു. അപ്പോൾ അതോടുകൂടി ഇപ്പൊ CPM അത് പറഞ്ഞുകൊണ്ടിരിക്കാം. അതാണ് കാര്യം. ശരിയോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.